നവകേരള ബസ്സിൽ ഇനി പൊതുജനങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. ബസിന്റെ കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ് സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ് ആക്കി മാറ്റി. ബസ് മാസങ്ങളായി വെറുതെ കിടക്കുന്നതിനെ കുറിച്ച് ആക്ഷേപം ഉയർന്നതോടെയാണ് തിരക്കിട്ട് പെർമിറ്റ് മാറ്റി. ദേവി ജയശങ്കർ തിരുവനന്തപുരത്ത് ചേർന്നു. ജയശങ്കർ, വന്ന മുതൽ വിവാദത്തിലായ ബസ്സാണ് നവകേരള ബസ്. ഇപ്പോൾ ഒടുക്കം എന്ത് തീരുമാനത്തിലാണ് എത്തിച്ചേർന്നത്? വിശദാംശങ്ങൾ. സുഹേൽ, കഴിഞ്ഞ കുറേ മാസങ്ങളായി ബസ് ഒരു ഉപയോഗവുമില്ലാതെ കിടക്കുന്നു എന്ന വ്യാപക പരാതി ഉയർന്നതിന് പിന്നാലെയാണ് നിലവിൽ KSRTC ബസ് സ്റ്റേജ് കാരേജ് പെർമിറ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഈ ബസ് കോൺട്രാക്ട് കാരേജിലായിരുന്നു നവകേരള യാത്ര ഉൾപ്പെടെ നടത്തിയിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ ഈ ബസിന്റെ പെർമിറ്റ് പുതുക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതികൾക്കായി ഈ ബസ് ഉപയോഗിക്കും. ബജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുൾപ്പെടെ ഈ ബസിന്റെ സേവനം ലഭ്യമാക്കുവാനാണ് നിലവിൽ KSRTCയുടെ തീരുമാനം. നിലവിൽ പാപ്പനംകോട് KSRTCയുടെ സെൻട്രൽ വർക്ക്ഷോപ്പിലാണ് ബസ് സൂക്ഷിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉൾപ്പെടെ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ബസ് ഉടൻ ബജറ്റ് ടൂറിസത്തിനായി പുറത്തിറക്കാനാണ് KSRTC ലക്ഷ്യമിടുന്നത്. ഈ ബസ് ഒരു തരത്തിലുള്ള ഉപയോഗവും ഇല്ലാതെ തുരുമ്പെടുത്ത് കിടക്കുന്നു എന്ന വ്യാപക പരാതി ഉയർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ഉടൻ ബസ് ബജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സുഹേൽ, മൊബൈൽ ക്യാബിനറ്റായ നവകേരള ബസ് മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിൽ ഇനി പൊതുജനങ്ങൾക്കും സഞ്ചരിക്കാം.